ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പഴുത്ത വരിക്ക ചക്കപ്പഴം വെച്ചിട്ട് നല്ലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. ഈ ഉണ്ണിയപ്പം ഒരുപാട് നേരം നമ്മൾ കലക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം 1.5 കപ്പ് പച്ചരി ഒരു 6 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. അത് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ പച്ചരിയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒരുമിച്ച് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ മുഴുവൻ ഊറ്റിക്കളയണം ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. ഇതൊരു 300 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. 300 ഗ്രാം ശർക്കരയിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഉരുക്കി അരിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് അരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ മുഴുവനും ഒഴിക്കുന്നില്ല. ഇതിലിപ്പോൾ ഒരു പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനിപ്പോൾ ചെറു ചൂടുണ്ട് കേട്ടോ, നന്നായിട്ട് തണിഞ്ഞിട്ടില്ല. ചെറു ചൂടോട് കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള മധുരമുള്ള ചക്കച്ചളയാണ്. ഇതിപ്പോൾ ഒരു 10 ചുളയൊക്കെ എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കപ്പഴം എത്ര ചേർക്കുന്നോ അതിനനുസരിച്ച് ആ ചക്കയുടെ ടേസ്റ്റും കൂടി വരുമ്പോൾ ചക്കയുടെ ഉണ്ണിയപ്പത്തിന് നല്ല രുചിയായിരിക്കും കേട്ടോ. ഇത്രയും ചക്കപ്പഴം മുഴുവനും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഏലക്കായും ജീരകവും കൂടി പൊടിച്ചു വെച്ചതാണ്. ഇത് മുഴുവനും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ച് നോക്കാം. ലൂസ് അനുസരിച്ച് ഇപ്പോൾ ഒന്ന് അരച്ച് നോക്കാം. എന്നിട്ട് ലൂസൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കട്ടിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ലൂസൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിനി 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കുന്നുണ്ട്. ഈ റവ കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോഴും കുറച്ച് നല്ല കട്ടിയിൽ തന്നെയാണ് മാവ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ശർക്കരപ്പാനി ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ വെള്ളം കുറച്ചാണ് വെച്ചിട്ടുള്ളെങ്കിൽ, ശർക്കരപ്പാനി കുറവേ ഉള്ളെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളവും ചേർത്തിട്ട് ഇതുപോലെ ലൂസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ലൂസിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതായിരുന്നു. ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ള്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറുത്ത എള്ളുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്തോ കേട്ടോ. എല്ലാം കൂടി കറക്റ്റ് പാകത്തിന് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ കോരി ഒഴിച്ച് ചുടാനുള്ള ആ പാകത്തിലിപ്പോൾ ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ നല്ല ചൂടോട് കൂടിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ചുട്ടെടുക്കുക. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ ചുട്ടിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് നിറഞ്ഞു പോകണ്ട. ഒരു 1/4 ഭാഗത്തോളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി മാവും കൂടെ നമ്മൾ ഇതിലേക്ക് കോരി ഒഴിച്ച് നിറയുമ്പോഴേക്കും അങ്ങ് പൊന്തി വല്ലാതെ അങ്ങ് പൊന്തി ആ ഷേപ്പൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഇത്രയും അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെയ്യിൻ്റെയും കൂടെ കുറച്ച് ടേസ്റ്റ് ഇതിലേക്ക് വരും. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇനി ചൂട് വേണ്ട. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ചുട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചൂടാം. കുറേശ്ശെ എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ കുഴിയാണിത്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അമ്മയൊക്കെ എപ്പോഴും വീട്ടിൽ പണ്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആദ്യം ഒഴിക്കുമ്പോൾ അത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒഴിക്കുന്നത് കാണാം കേട്ടോ. നന്നാവണേന്ന് വിചാരിച്ചിട്ട്
അപ്പം നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. കണ്ടിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് തോന്നുന്നത്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആവുമ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കോരിയെടുക്കാം. കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് കളറടിച്ചു പോകും. ഇതിലാകെ ഒരു ചെറിയ ചിമിട്ടായിപ്പോയി, ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ. രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളിങ്ങനെ എടുക്കുമ്പോഴേക്കും അടുത്ത ആ കുഴിയിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാമല്ലോ. ഇപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. കോരി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചെടുക്കാം. ഈ ട്രിപ്പ് കോരി കഴിയുമ്പോൾ കുറച്ച് നേരം തീ കൂട്ടി വെക്കണം. എന്നിട്ട് പിന്നെയും തീ കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടാവും. പിന്നെയും തീ കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചക്കപ്പഴം കിട്ടിയാൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാനും കൂടി മറക്കല്ലേ. ചക്കപ്പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നന്ദി.